ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 2024 PSC നടത്തിയ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ NCA കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 22/24 ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററുമാണ്. ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജനിച്ചത് കൊടുങ്ങല്ലൂരിലാണ് 1898. INCയിൽ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അതുപോലെ പത്രം അൽ അമീൻ പത്രം സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ഉണ്ട്. 2024 അൽ അമീൻ പത്രത്തിൻ്റെ എത്രാം വാർഷികമാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ 100ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. 3. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. ശരിയാണ്. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു. പൂർണ്ണ സ്വരാജാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1929 ശരിയാണ്. നിസ്സഹകരണ സമരം ആരംഭിച്ചു. അല്ല, തെറ്റാണ്. 3. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ബന്ധപ്പെടാത്തത് ഏതൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. അത് ശരിയാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ്. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതും ശരിയാണ്. 29 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നത്. നിസ്സഹകരണ സമരം ആരംഭിക്കുക. നിസ്സഹകരണ സമരം ആരംഭിച്ചത് എപ്പോഴാണ്? 1920 ഈ സമ്മേളനം നടക്കുന്നത് 29 അപ്പോൾ അത് തെറ്റാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം. അതും ശരിയാണ്. അതും ആ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ 3 മാത്രം. 4. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? വാഗൺ ട്രാജഡിയുടേതാണ്. 5. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3. കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ. ശരിയാണ്. കുടിയരശ് EV രാമസ്വാമി നായ്ക്കറുടേതാണ്. വിവേകവർദ്ധിനി വീരേശലിംഗത്തിൻ്റെതാണ്. ഗുലാംഗിരി ജ്യോതിറാവു ഫുലെ. 6. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഫ്രഞ്ച് വിപ്ലവം എപ്പോഴാണ് നടന്നത്? 1789 നടന്നത്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതെപ്പോഴാണ്? 1688. റഷ്യൻ വിപ്ലവം 1917. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1765-83 കാലഘട്ടത്തിലാണ് നടന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം സി ആണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആദ്യം, പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പിന്നീട് ഫ്രഞ്ച് വിപ്ലവം, അതിനുശേഷം റഷ്യൻ വിപ്ലവം. 7. വളരെ പ്രസിദ്ധമായ മുഗാ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആസാമുമായി ബന്ധപ്പെട്ടതാണ് മുഗാ സിൽക്ക്. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? 4 ഉപഗ്രഹങ്ങൾ വേണം. 9. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദിയാണ് ടെൽ നദി. 10. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബാർലി, പയറുവർഗ്ഗം എന്നിവ റാബി വിളയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. 11. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്?
പശ്ചിമഘട്ടത്തിലാണ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യമായി ലഭിക്കുന്നത്. 12. തിപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? തിപായ്മുഖ് ഡാം. ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ ഇടയിലുള്ള തർക്കത്തിന് കാരണമായ ഡാമാണ് തിപായ്മുഖ് ഡാം. 13. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ എ ആണ് ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. 14. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചത്. അത് ശരിയാണ്. ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കുന്നത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായിട്ടുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. അതും ശരിയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായിട്ടുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. അതും ശരിയാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. 15. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉജ്ജീവനം പദ്ധതിയാണ്. ഉജ്ജീവനം പദ്ധതി. 16. ഗോൾഡൻ റവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. പഴം പച്ചക്കറിയുമായി ബന്ധപ്പെട്ടതാണ് സുവർണ വിപ്ലവം. 17. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 18. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി? PC മെഹലനോബിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് ആരാണ്? M വിശ്വേശ്വരയ്യയാണ്. ശില്പി PC മെഹലനോബിസും പിതാവ് M വിശ്വേശ്വരയ്യയുമാണ്. 19. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ അനുച്ഛേദം 109 ആണ് ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഭരണഘടനാ അനുച്ഛേദം. 109 എന്താണ് പറയുന്നത്? ധനബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 109 പറയുന്നത്. 110 ധനബില്ലിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിളാണ്. 109 ധനബില്ലിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. 20. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? 2ഉം 3ഉമാണ്. മായം ചേർക്കലും തൊഴിലുമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 21. താഴെ കൊടുത്തിരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഏതാണ്? സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ല. വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ല. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല അല്ല. അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരം വരുന്നത്? ബി ആണ്. 2. 22. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. 23. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് ആരാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റി ഏത് വർഷമാണ് വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1989 ആണ്. ഓർത്തു വെക്കണം. 24. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതികൾക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നത് 3ഉം റിട്ടുകളാണ്. റിട്ടുകളെല്ലാം ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. അപ്പോൾ ഉത്തരം സി ആണ്. 1ഉം 2ഉം 3ഉം. അപ്പോൾ നമുക്ക് 5 റിട്ടുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, ക്വോ വാറണ്ടോ, സെർഷ്യൂററി, മാൻഡമസ്, പ്രൊഹിബിഷൻ. ഈ 5 റിട്ടുകളും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പുറപ്പെടുവിക്കാൻ സാധിക്കും. 25. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? രാജ്യത്തിൻ്റെ പ്രതിരോധം ഉൾപ്പെടുന്നില്ല. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും
ഉണ്ട്. 51 ആർട്ടിക്കിൾ 51 പറയുന്നത് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇല്ല, അത് DPSPയിലല്ല പറയുന്നത്. പരിസ്ഥിതി സംരക്ഷണം അതും DPSPയിലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 48A പറയുന്നു. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. 26 സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A ഇപ്പോൾ സ്വത്തവകാശമുള്ളത്. 27 ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ്? 2019 ഓഗസ്റ്റ് 5 പാർലമെൻറ്റ് ജമ്മു കശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. 28 കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം 2022-27, അതായത് ഇപ്പോൾ 14-ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2022-27 കാലഘട്ടമാണ് കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം. 29 താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ്? താലോലം, സ്നേഹപൂർവം, ശ്രുതിതരംഗം, കുടുംബശ്രീ. ഇതിലേതാണ് സാമൂഹിക സുരക്ഷാ മിഷൻ്റെ കീഴിൽ വരുന്ന പദ്ധതി അല്ലാത്തത്? കുടുംബശ്രീ മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 30 കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദമാണ് 243 ഐയും 243 വൈയും. 243 ഐ, 243 വൈ. 31 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്രയാണ്? 22 രൂപയാണ്. ഇപ്പോഴത്തെ കൂലി എത്രയാണ്? 346 രൂപയാണ്. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. അവിടെ 374 രൂപയാണ് കൂലി. 32 പട്ടിക 1, പട്ടിക 2 എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും ഗുണഭോക്താക്കളുമാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് മന്ദഹാസം പദ്ധതി. മന്ദഹാസം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരാണ്. കൃത്രിമ ദന്തം കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. സമന്വയ പദ്ധതി. സമന്വയ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാണ്? ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സമന്വയ. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അഭയകിരണം. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഇതാരുമായി ബന്ധപ്പെട്ടതാണ്? ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടതാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് 4, 5, 1, 3. 33 അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 അല്ലെങ്കിൽ മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? ഏത് രോഗമാണ്? മലേറിയ. അപ്പോൾ മലേറിയക്കെതിരെ എടുക്കുന്ന വാക്സിനാണ് R21 അല്ലെങ്കിൽ മാട്രിക്സ് M. 34 താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം: ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ഇതിൽ അവകാശവാദം ശരിയാണ്. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, അത് ശരിയല്ല. അപ്പോൾ ഏതാണ് ഉത്തരം? സി ആണ്. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. 35 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. B2 വിറ്റാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. B2ൻ്റെ അഭാവം മൂലമാണോ ബെറിബെറി ഉണ്ടാകുന്നത്? അല്ല, B1ൻ്റെ അഭാവം മൂലമാണ്. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. അത് ശരിയാണ്. B1 എന്ന് പറഞ്ഞാൽ തയാമിനാണ്. അപ്പോൾ തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ബെറിബെറി. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യമാണ് ബെറിബെറിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്.
ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. അത് ശരിയാണെന്നാണ് PSC പറയുന്നത്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 2, 4, 5 എന്നിവ ശരിയാണ്. 36. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ് നടന്നത്? ഓപ്ഷൻ സി ആണ് UAE വെച്ചാണ് നടന്നത്. 37. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഏത് ഗ്രന്ഥിയാണ് T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്നത്? തൈമസ് ഗ്രന്ഥിയാണ്, തൈമസ് ഗ്രന്ഥി. 38. ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഓപ്ഷൻ ബി ആണ് -40 ഡിഗ്രി. -40 ഡിഗ്രിയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും. 39. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിന് ആനുപാതികമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം അതിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. 40. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം ഇല്ലാത്തത്? ആവൃത്തി. അതിൻ്റെ ആവൃത്തിക്ക് യാതൊരു മാറ്റവും സംഭവിക്കില്ല. 41. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓപ്ഷൻ ഡി ആണ് എയും സിയും. ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 42. അക്വാറീജിയ ഏതിൻ്റെ മിശ്രിതമാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതിൻ്റെ മിശ്രിതമാണ് അക്വാറീജിയ? ഓപ്ഷൻ സി ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡും HNO3 നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് അക്വാറീജിയ. എന്താണ് ഇവ തമ്മിലുള്ള റേഷ്യോ? 3:1 ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റേതാണ് 3, നൈട്രിക് ആസിഡ് 1. അപ്പോൾ 3:1 അക്വാറീജിയയുടെ റേഷ്യോ. സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് അക്വാറീജിയ. 43. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഡാഷ് ആണ്? ഓപ്ഷൻ ബി ആണ് Na2CO3 10H2O ആണ് വാഷിംഗ് സോഡയുടെ രാസസൂത്രം. Na2CO3 10H2O. 44. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലുമിനിയമാണ്. അപ്പോൾ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ലോഹമാണ് അലുമിനിയം. 45. ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൽട്ടൺ ആണ് ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. 46. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? വാങ്കരി മാതായി ആണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത. 47. ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ദ സിറ്റാഡൽ എന്ന നോവൽ രചിച്ചത് ഡോക്ടർ AJ ക്രോണിനാണ്. 48. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമകളി എവിടെ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ്? കാസർഗോഡ് കണ്ടുവരുന്നതാണ് അലാമകളി. 49. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ഓപ്ഷൻ ബി ആണ് P കുഞ്ഞിരാമൻ നായർ. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ. ആരുടെ വാക്കുകളാണ്? P കുഞ്ഞിരാമൻ നായർ. 50. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് ആണ്. ഇനി അങ്ങോട്ടുള്ളത് ഇവരുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മുടെ LDCൻ്റെ സിലബസിലുള്ള ചില കാര്യങ്ങൾ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ലൈക്ക് വിവരാവകാശം, അതുപോലെ മനുഷ്യാവകാശം, അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണ്?
30 ദിവസം. 30 ദിവസം കൊണ്ടാണ് സാധാരണഗതിയിൽ മറുപടി കൊടുക്കേണ്ടത്. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏതാണ്? വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുണ്ടെങ്കിൽ വിവരം വെളിപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കും. വിവരാവകാശ നിയമത്തിനനുസരിച്ച് വെളിപ്പെടുത്താം. പൊതുസ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വവും ചുമതലകളും സംബന്ധിച്ച വിവരങ്ങളും വെളിപ്പെടുത്താവുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ പ്രതിഫല വിവരങ്ങളും വെളിപ്പെടുത്താവുന്നതാണ്. വെളിപ്പെടുത്താൻ കഴിയാത്തത് എന്താണ്? വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന് കോടതി വിധിയുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ കഴിയില്ല. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? പ്രധാനമന്ത്രി അതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയും അതിൽ ഉൾപ്പെടുന്നു. ലോകസഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നുണ്ട്. ഉൾപ്പെടാത്തത് വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് ഉൾപ്പെടുന്നില്ല. 91. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആണ് അധ്യക്ഷ പദവി വഹിക്കുന്നത്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്ന വകുപ്പാണ് വകുപ്പ് 2(1)(c). വകുപ്പ് 2ൽ 1(c) ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രികയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്രയാണ്? 3 വർഷമാണ്. 3 വർഷം കാലയളവ് പുനർനിയമനത്തിന് യോഗ്യതയുണ്ട്. ഇപ്പം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പർ ആയിക്കഴിഞ്ഞാൽ 3 വർഷ കാലയളവിലേക്ക് അധികാരത്തിൽ തുടരാം. പുനർനിയമനത്തിന് യോഗ്യരാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് ഇത്ര കാര്യങ്ങളാണ് വേണ്ടത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇംഗ്ലീഷും മലയാളം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം.